പഴമ്പാലക്കോട് NSS കരയോഗം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. 2023-24 പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2024-25 ബജറ്റും പൊതുയോഗം അവതരിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനവും മുതിർന്ന വ്യക്തികൾക്കുള്ള ആദരവ് സമർപ്പണവും നിർവഹിച്ചു. നായർ സർവീസ് സൊസൈറ്റി ഇന്ന് ഏകദേശം 60 താലൂക്കുകളിൽ 6000 കരയോഗങ്ങളായിട്ട് പടർന്ന് പന്തിച്ചു കിടക്കുന്ന വലിയൊരു വടവൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അധ്യക്ഷൻ പ്രസംഗികൻ പറഞ്ഞ കണക്ക് എന്താണ് നായർ സർവീസ് സൊസൈറ്റി കൊണ്ടുള്ള ഗുണം എന്ന് എല്ലാവരും ചോദിക്കുന്നു. പക്ഷെ തിരിച്ച് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, എന്താണ് നമ്മൾ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ആരും ചിന്തിക്കാറില്ല, ആരും ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നമ്മളാണ്. നായർ സമുദായത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള സമുദായത്തിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ മറ്റുള്ള ഏതെങ്കിലും സമുദായ അംഗങ്ങൾ പരസ്യമായിട്ട് ആ സമുദായത്തെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രതിജ്ഞ എന്താണ്? ഇതര സമുദായത്തിന് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്ന സംഘോദ്ദേശങ്ങളെ മുൻനിർത്തി ഉദ്ദേശ കാര്യത്തിന് വേണ്ട ന്യായമായ കരുതലോട് കൂടിയും ഞാൻ ജീവിച്ചു കൊള്ളാം. അപ്പം ഇങ്ങനൊരു പ്രതിജ്ഞയുള്ള ഏതെങ്കിലും ഒരു സമുദായം ഇന്ന് ഈ ലോകത്തുണ്ടോ? അതാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ മഹത്വം നമ്മൾ കുറച്ചു കാണിക്കാൻ പാടില്ല ഒരിക്കലും. കരയോഗം പ്രസിഡന്റ് V. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ധനസഹായവും സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു. കരയോഗം സെക്രട്ടറി N. കല്യാണകൃഷ്ണപിള്ള വാർഷിക റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക്, ബജറ്റ് എന്നിവ അവതരിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രവികുമാർ മുരിങ്ങമല, മെമ്പർ K. ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. കരയോഗം സെക്രട്ടറി സ്വാഗതവും ട്രഷറർ N. ഗുരുവായൂരപ്പൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.